ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അതെ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ വീടിൻ്റെ പുറത്ത് ഫോൾ സീസൺ ആയി കഴിഞ്ഞാൽ ഒരുപാട് ഇലകൾ വീഴും. അപ്പോൾ അതെങ്ങനെ നമുക്ക് അടിച്ചുകൂട്ടി വാരി ക്ലീൻ ചെയ്യാനായിട്ട് ഒരുപാട് സമയമെടുക്കും. അപ്പോൾ അതെങ്ങനെയാണ് ഇത്രയും പെട്ടെന്ന് എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതാണ് ഞങ്ങളുടെ വീടിന് മുൻപിലായി നിൽക്കുന്ന ഓക്ക് ട്രീ. ഇന്ന് നല്ല കാറ്റായതിനാൽ അതിലുള്ള കുറച്ചധികം ഇലകൾ താഴെ വീണ് കിടപ്പുണ്ട്. ഇവിടെ ഫോൾ സീസൺ സ്റ്റാർട്ട് ചെയ്തതുകൊണ്ടാണ് ഈ മരത്തിലെ ഇലകൾ പച്ച നിറത്തിൽ നിന്ന് ചുവപ്പ് നിറത്തിലേക്ക് മാറിയത്. ഇനി ഈ ഇലകളെല്ലാം പൊഴിഞ്ഞ് സ്പ്രിംഗ് സീസൺ ആകുമ്പോൾ പുതിയ പച്ച നിറത്തിലുള്ള ഇലകൾ കൊണ്ട് ഈ മരം നിറയും. ഞങ്ങളുടെ ഫ്രണ്ട് യാർഡ് ഫുൾ ഇപ്പോൾ ഇലകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇവിടെ ക്രിസ്മസ് ലൈറ്റ്സ് ഇട്ടിരിക്കുന്നതിനാൽ റേക്ക് ഉപയോഗിച്ച് ഇലകൾ അടിച്ചു വാരി കളയാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഒരു ലീഫ് വാക്യൂം ക്ലീനർ ഉപയോഗിച്ച് നമുക്ക് ഫ്രണ്ട് യാർഡ് ക്ലീൻ ചെയ്യാം. ഓരോ വർഷം കഴിയും തോറും മരത്തിലെ ഇലകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആയതിനാൽ അവ നമുക്ക് അടിച്ചു വാരി കളയാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ ഇങ്ങനെ ഒരു ലീഫ് വാക്യൂം ഉണ്ടെങ്കിൽ അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഇലകൾ ക്ലീൻ ചെയ്ത് വീടിൻ്റെ മുറ്റവും പരിസരവും വൃത്തിയാക്കാൻ സാധിക്കും. ഇത് കറണ്ട് ഉപയോഗിച്ചാണ് വർക്ക് ചെയ്യുന്നത്. ഇതുപയോഗിച്ച് ഇലകൾ എല്ലാം നന്നായി വാക്യൂം ചെയ്ത് എടുക്കാൻ സാധിക്കും. അടിഞ്ഞുകൂടി കിടക്കുന്ന ഇലകൾ വളരെ പെട്ടെന്ന് തന്നെ വൃത്തിയാക്കിയെടുക്കാം. ഭാരം വളരെ കുറവും ഉപയോഗിക്കാൻ വളരെ എളുപ്പമുള്ളതുമായ ഒന്നാണിത്. അതുമാത്രമല്ല, ഇതിൽ കൊടുത്തിരിക്കുന്ന ഈ ബാഗിൽ വാക്യൂം ചെയ്യുന്ന ഇലകൾ ചെറുതായി ഒന്ന് പൊടിഞ്ഞ് ഈ ബാഗിനുള്ളിൽ ശേഖരിക്കുന്നതിനാൽ വളരെ എളുപ്പത്തിൽ തന്നെ ആ ബാഗ് വൃത്തിയാക്കിയെടുക്കാനും സാധിക്കും. ഈ മെഷീൻ ഉപയോഗിച്ച് നനവുള്ള ഇലകൾ നമുക്ക് മാറ്റാൻ സാധിക്കില്ല. അതുമാത്രമല്ല, ചെറിയ മരത്തിൻ്റെ ചില്ലകൾ, ചെറിയ കല്ലുകൾ എന്നിവ ഒന്നും ഇത് വച്ച് വാക്യൂം ചെയ്ത് എടുക്കാൻ ശ്രമിക്കരുത്. പിന്നെ ഇത്തിരി ശബ്ദ കൂടുതലും ഇതിൻ്റെ ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് മാറ്റി നിർത്തിയാൽ വളരെ ഉപകാരപ്രദമായ ഒന്നാണിത്. ഒട്ടും തന്നെ ചിതറിപ്പോകാതെ ശക്തമായ കാറ്റിലൂടെ ഇലകളും ചെറിയ മാലിന്യങ്ങളും ഇത് ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്നു. ഈ ഹാൻഡിൽ മുകളിലേക്ക് ഒന്ന് തിരിച്ചാൽ ഈ മെഷീൻ ഒരു ലീഫ് ബ്ലോവർ ആയിട്ടും വർക്ക് ചെയ്യും. ഇത് രണ്ട് രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ലീഫ് വാക്യൂം ചെയ്യാനും അതുകൂടാതെ ലീഫ് ബ്ലോവർ ആയിട്ടും ഉപയോഗിക്കാം. ഇടുങ്ങിയ സ്ഥലങ്ങളിൽ ഉള്ള ഇലകൾ നമുക്ക് വാക്യൂം ചെയ്ത് എടുക്കാൻ സാധിക്കില്ല എങ്കിൽ ഹാൻഡിൽ മുകളിലേക്ക് തിരിച്ച് ഈ മെഷീൻ ഒരു ബ്ലോവർ ആയിട്ട് ഉപയോഗിച്ച് നമുക്ക് ആ ഇലകൾ അവിടെ നിന്ന് നീക്കം ചെയ്യാവുന്നതാണ്. പല മെഷീനുകളും ഒരേ സമയം തന്നെ ഇലകൾ വലിച്ചെടുക്കാനും കാറ്റടിച്ച് മാറ്റാനും ഉപയോഗിക്കാം. വാക്യൂം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാതിരുന്ന ഇലകൾ ഇങ്ങനെ ബ്ലോവർ ഉപയോഗിച്ച് പറത്തിക്കളയാവുന്നതാണ്. വീണ്ടും നമുക്ക് ഹാൻഡിൽ താഴേക്ക് വെച്ച് ഇലകൾ വാക്യൂം ചെയ്ത് എടുക്കാവുന്നതാണ്. വാക്യൂം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പ്ലഗ് പോയിന്റിൽ നിന്ന് വയർ കണക്ഷൻ ഊരി മാറ്റേണ്ടതാണ്. ഇവിടെയാണ് കറണ്ട് എടുക്കുന്നതിനായി മെഷീൻ കണക്ട് ചെയ്തിരിക്കുന്നത്. അവ ഊരി മെഷീനും ആയിട്ടുള്ള കണക്ഷൻ വേർപ്പെടുത്തിയതിന് ശേഷം വേണം മെഷീനിൽ ഉറപ്പിച്ചിരിക്കുന്ന ബാഗ് നമുക്ക് നീക്കം ചെയ്യാം. ഈ ബാഗ് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് പിടിപ്പിക്കാനും അഴിച്ചെടുക്കാനും സാധിക്കുന്ന ഒന്നാണ്. ഈ ശേഖരിക്കുന്ന ഇലകൾ നമുക്ക് വെറുതെ കളയേണ്ട ആവശ്യമില്ല. കാരണം എനിക്ക് ഒരു കമ്പോസ്റ്റ് ബിൻ ഉണ്ട്. ഈ ഇലകൾ ഞാൻ ആ കമ്പോസ്റ്റ് ബിന്നിൽ ഇട്ട് അത് കമ്പോസ്റ്റ് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. കാരണം നമുക്ക് വീട്ടിലെ ആ കൃഷിക്ക് ആവശ്യമായ വളം അതിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. ഈ ബാഗിന് താഴെയായി ഒരു സിപ്പർ ഉണ്ട്. അത് തുറന്നു കഴിയുമ്പോൾ ഇലകൾ ഇങ്ങനെയാണ് പൊടിഞ്ഞ് ആ ബാഗിൽ ഇരിക്കുന്നത്. പൊടിഞ്ഞ ഇലകൾ ആയതിനാൽ ഇവ വളരെ വേഗത്തിൽ തന്നെ കമ്പോസ്റ്റ് ബിന്നിൽ കിടന്ന് വളമായി മാറിക്കൊള്ളും. ഈ കമ്പോസ്റ്റ് ബിൻ ഇപ്പോൾ ഏകദേശം നിറഞ്ഞിട്ടുണ്ട്. അതെ, ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. Bye-bye.